Module 1 Introduction to Management. First തന്നെ മീനിങ് ആണ് പറയുന്നത്. Management is a general term. It refers to organizing and directing human activities for attaining a definite objectives. Then it is a process through which all the resources are organized and utilized to attain maximum efficiency. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസിനെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള റിസോഴ്സസുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാനായിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ വേർഡ്സ് ഓഫ് ഡോക്ടർ ജെയിംസ് ലോണ്ടി, ഇറ്റ് ഈസ് പ്രിൻസിപ്പലി എ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫേർട്സ് ഓഫ് അതേഴ്സ് ടുവേർഡ്സ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോടുകൂടി നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടാസ്കിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ ഹെറോൾഡ് കൂൺസിൻ്റെ ഡെഫിനിഷനാണ്. അതിൽ പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. നമ്മൾ ഇതിനു വേണ്ടി നമ്മളുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പീപ്പിൾസിനെ കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളുടെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഹെറോൾഡ് കൂൺസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഹെൻറി ഫയലിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് എന്താണ്? ടു മാനേജ് ഇസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, to organize, to command and coordinate and to control. അപ്പോൾ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഫോർകാസ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഫോർകാസ്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ എന്താണ് വരിക എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക. ദെൻ പ്ലാൻ ചെയ്യുക, ദെൻ ഓർഗനൈസ് ചെയ്യുക, അവിടുത്തെ ആക്ടിവിറ്റീസിനൊക്കെ ഓർഗനൈസ് ചെയ്യുക. ദെൻ കമാൻഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളെയും കമാൻഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. ദെൻ കോർഡിനേറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. ദെൻ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ നിന്നും ചേഞ്ച് ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റീസ് പോകുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മാനേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. ദെൻ ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ഡെഫിനിഷൻ ഹെറോൾഡ് കൂൺസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവോടുകൂടി നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ അവരെ കൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഹെറോൾഡ് കൂൺസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. Then next ഹെൻറി ഫയലിൻ്റെ ഡെഫിനിഷനിൽ ടു മാനേജ് ഇസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഇവിടെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി കാണുക. ദെൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ദെൻ ആക്ടിവിറ്റീസിനെല്ലാം ഓർഗനൈസ് ചെയ്യുക. ദെൻ കമാൻഡ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മാനേജ് എന്നുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നതെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ എസ് ജോർജ്. മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. നമ്മൾ പറഞ്ഞതാണ് മാനേജ്മെൻറ്റ് ഇസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജർ ഇസ് വൺ ഹു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ബൈ ഡയറക്റ്റിംഗ് ദ എഫേർട്സ് ഓഫ് അതേഴ്സ്. കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ബാക്കിയുള്ളവരുടെ പെർഫോമൻസിനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജർ ചെയ്യേണ്ടത് എന്നാണ് എസ് ജോർജിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഈ ഒരു പറയുന്ന ഡെഫിനിഷനുകളിൽ നിന്നും ഈ നമ്മൾ 4 ഡെഫിനിഷൻസ് പറഞ്ഞു. ഇതിൽ നിന്നും മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്? ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ്, പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലാൻസ് ഉണ്ടാക്കുക, പോളിസീസ് ഉണ്ടാക്കുക, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുക. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പ്ലാൻസും പോളിസീസും ഒബ്ജക്റ്റൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സെക്യൂറിങ്
മാൻ, മെറ്റീരിയൽ, മെഷീനറി, മണി ആൻഡ് മെത്തേഡ്സ് ഫോർ ദിസ് അച്ചീവ്മെൻറ്റ്. ഇതൊക്കെ നമ്മളുടെ ഈ പറഞ്ഞ പ്ലാൻസും പോളിസീസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഫിക്സ് ചെയ്തു. ഇനി അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെന്നിനെയും മെറ്റീരിയലിനെയും മണീനെയും മെഷീനറിനെയും ഒക്കെ മെത്തേഡ്സിനെയും ഒക്കെ നമ്മൾ ആവശ്യമുള്ളതിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. ദെൻ പുട്ടിങ് ഓൾ ഓഫ് ദം ഇൻ ടു ഓപ്പറേഷൻ. മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി ഇതിനെയൊക്കെ ഓപ്പറേഷനിലേക്ക് കൊണ്ടുവരണം. അതായത് ഇതിനെല്ലാം കൂടി എന്ത് ചെയ്യണം, അതിൻ്റെ ഫുൾ ഫങ്ഷനിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ദെൻ ഡയറക്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ മെൻ അറ്റ് വർക്ക്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് മെന്നാണ്. കാരണം നമ്മൾ അവരുടെ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ബാക്കിയുള്ള ഓർഗനൈസേഷൻ്റെ ഫുൾ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എന്താണ് അവിടെ വരുന്നത്, ഡയറക്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് മെൻ അറ്റ് വർക്ക്. നെക്സ്റ്റ് സൂപ്പർവൈസിങ് ആൻഡ് കൺട്രോളിങ് ദ പെർഫോമൻസ്. ഇനി അവർ വർക്ക് ചെയ്തു, ഇനി അവരുടെ വർക്കിനെ സൂപ്പർവൈസ് ചെയ്യണം. സൂപ്പർവൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൊവൈഡിങ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സർവീസ് ടു എംപ്ലോയർ, എംപ്ലോയീസ് ആൻഡ് പബ്ലിക് അറ്റ് ലാർജ്. ഇനി നമ്മൾ ആരുടെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം, എംപ്ലോയറുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം, ദെൻ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം, പബ്ലിക്കിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇതിലൂടെ ഈ പറഞ്ഞ മീൻസ് എല്ലാം വെച്ചുകൊണ്ട് പബ്ലിക്കിൻ്റെയും എംപ്ലോയറിൻ്റെയും എംപ്ലോയീസിൻ്റെ ഒക്കെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയും കാര്യങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞ ഡെഫിനിഷനുകളിൽ നിന്നും നമ്മൾക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്, മാനേജ്മെൻറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മേ ബി ക്യാരിഡ് ഔട്ട് വിത്ത് പ്രോഫിറ്റ് മോട്ടീവ് ഓർ സർവീസ് മോട്ടീവ്. നമ്മൾ പ്രോഫിറ്റ് മോട്ടീവിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സർവീസ് മോട്ടീവിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. ഡോക്ടേഴ്സ്, നഴ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇവരൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനി എന്തെങ്കിലും പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ വെൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ മോട്ടിവേറ്റഡ് ടുവേർഡ്സ് മേക്കിംഗ് പ്രോഫിറ്റ് ഇറ്റ് ഈസ് കോൾഡ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഈ പറഞ്ഞ സർവീസ് ആണെങ്കിലും ദെൻ പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്കതിനെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്താലും അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് ആക്ടിവിറ്റീസ്. The organizing as well as directing of business activities is known as business management. അപ്പോൾ ഈ ബിസിനസ് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. In other words, management of business organizations or business units is called business management. അല്ലെങ്കിൽ നമുക്ക് പറയാം ബിസിനസ് ഓർഗനൈസേഷൻസിനെയും ബിസിനസ് കൊണ്ടുപോകുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന യൂണിറ്റ്സിനെയും ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ മാനേജ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വരുന്നതാണ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മേ ബി ക്യാരിഡ് ഔട്ട് വിത്ത് സർവീസ് മോട്ടീവ് ഓൾസോ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സർവീസ് മോട്ടീവ്, അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം മോട്ടീവ് ചെയ്തുകൊണ്ട് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ദ ഓർഗനൈസേഷൻ വിത്ത് എൻഗേജ് ഇൻ സർവീസ് ആക്ടിവിറ്റീസ് ഇസ് കോൾഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് അല്ല, നമ്മുടെ പബ്ലിക്കിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെയാണ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾക്ക് പറയാം ഹോസ്പിറ്റൽസ്, ക്ലബ്സ്, അസോസിയേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. The process of organizing, directing, controlling the activities of non-business organization is called management of non-business organization or non-business management. അപ്പോൾ ഈ പറഞ്ഞ നോൺ ബിസിനസ് ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നോൺ ബിസിനസ് ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സർവീസ് മോട്ടീവോട് കൂടി ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവോട് കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവോട് കൂടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൻ്റെ മാനേജ്മെൻറ്റാണ് ബിസിനസ് മാനേജ്മെൻറ്റ്. നോൺ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സർവീസ് മോട്ടീവോട് കൂടി, പ്രോഫിറ്റ് ഏൺ ചെയ്യാനല്ല, സർവീസ് മോട്ടീവോട് കൂടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി. മാനേജ്മെൻറ്റ് ഇസ് ബേസിക്കലി മൾട്ടി ഡിസിപ്ലിനറി. ഇറ്റ് ഡ്രോസ് നോളജ് ആൻഡ് കോൺസെപ്റ്റ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് ലൈക്ക് സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ecology, statistics, operations, research, etc. Management integrates ideas and concepts from different disciplines and use them for improving the efficiency of an organization. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണ്.
മാനേജ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോളജും എല്ലാം പല ഡിസിപ്ലിനിൽ നിന്ന് അല്ലെങ്കിൽ പല സബ്ജക്റ്റുകളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോഷ്യോളജി, സൈക്കോളജി, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻസ് റിസർച്ച് എന്നിങ്ങനെ പല സബ്ജക്റ്റുകളിൽ നിന്നുള്ള നോളജും കോൺസെപ്റ്റ്സും എടുത്തുകൊണ്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾക്ക് മൾട്ടി ഡിസിപ്ലിനറി ആണ്, പല ഡിസിപ്ലിനിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി എന്ന് നമ്മൾക്ക് പറയാം. നെക്സ്റ്റ് ആണ് ഗോൾ ഓറിയൻറ്റഡ്. അത് നമുക്കറിയാവുന്നതാണല്ലേ. ഗോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഏതൊരു ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് സം ഡെഫിനറ്റ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് കോർഡിനേറ്റ്സ് ദ എഫേർട്സ് ഓഫ് വർക്കേഴ്സ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദ സക്സസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് മെഷേർഡ് ബൈ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഓർഗനൈസേഷണൽ ഗോൾസ് ആർ അച്ചീവ്ഡ്. Then the organizational goals must be well defined and properly understood by the managers of various levels. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസും, അവിടെയുള്ള വർക്കേഴ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഏത് ലക്ഷ്യത്തിലേക്കാണ്? ആ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഫസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അത് മാനേജേഴ്സിന്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാനേജേഴ്സിന് എല്ലാ ലെവൽസ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അങ്ങനെയുള്ള എല്ലാ മാനേജേഴ്സിനും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കൊക്കെ ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇക്കണോമിക് റിസോഴ്സസ്. Management is a factor of production. It is the force which assembles and integrates other factors of production like labor, capital, material. These factors do not by themselves ensure production. They require management to produce goods and services. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ലേബർ, ക്യാപിറ്റൽ, മെറ്റീരിയൽ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ലേബർ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ഇതിനൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിലെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Then, dynamic nature of principles. The principles of management are flexible in nature. They change with the changes in environment in which the organization exists. Because of the continuous development in the field, many of the old principles are replaced by new principles. In fact, there is nothing permanent in the field of management. നമ്മൾക്ക് പറയാം, മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഫീൽഡിൽ ഒന്നും പെർമനൻ്റ് അല്ല. കാരണം ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ് അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, അതായത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ട്രെൻഡുകൾ, അതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ വർക്കേഴ്സിൻ്റെ ചേഞ്ചസ്, അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ ചേഞ്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതും ഡൈനാമിക് ആയിരിക്കും. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് ആണ് സിസ്റ്റം ഓഫ് അതോറിറ്റി. Authority is a power to get the work done from others and to compel them to work in a certain manner. Management cannot perform in the absence of authority. It is the rule-making and rule-enforcing body. There is a chain of authority and responsibility among people working at different levels of organization. നമ്മൾക്കറിയാം, ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി തന്നു എന്ന് നമ്മൾക്ക് പറയാം. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അത് ചെയ്യാനുള്ള അതോറിറ്റി, പവർ, അതുകൂടെ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് സിസ്റ്റം ഓഫ് അതോറിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അതോറിറ്റിയും കൂടി ഡെലിഗേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റിന് റെസ്പോൺസിബിലിറ്റി മാത്രം കൊടുത്താൽ അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിന് ആക്ടിവിറ്റീസ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ പവർ കൂടെ കൊടുത്താൽ മാത്രമേ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെൻറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. വെദർ ദർ ഇസ് ഹ്യൂമൻ ആക്ടിവിറ്റി, ദർ ഇസ് മാനേജ്മെൻറ്റ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് എവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വർക്ക് എവിടെയുണ്ടോ അവിടെ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ആണ്. ഇൻ ദ വേർഡ്സ് ഓഫ് ഹെൻറി ഫയോൾ, ബി ഇറ്റ് എ കേസ് ഓഫ് കൊമേഴ്സ്, പൊളിറ്റിക്സ്,
religion, war, in every concern, there is management function to be performed. അപ്പോൾ കൊമേഴ്സിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും റിലീജിയനിലാണെങ്കിലും വാറിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് മാനേജ്മെൻറ്റ് ഇതിനെല്ലാം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതൊരു ഏരിയയിലും ആപ്ലിക്കബിൾ ആണ്, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ്സ്. A science and art. Management is a science because it has developed a certain principle which are universal application. But the results of management depends upon the personal skills of managers, and this sense management is an art. അപ്പോൾ മാനേജ്മെൻറ്റ് ആർട്ടാവുന്നത് എങ്ങനെയാണ്? മാനേജ്മെൻറ്റ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ പ്രിൻസിപ്പിൾസ് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? അത് മാനേജേഴ്സാണ് അല്ലേ. അപ്പോൾ മാനേജേഴ്സിന് ഈ മാനേജ്മെൻറ്റ് ആർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മാനേജ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സ്കിൽസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയുന്നത്. ആർട്ട് എന്താണ്? നമ്മൾക്കിപ്പോൾ ആർട്ട് ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ്, ഡാൻസിങ്, മ്യൂസിക്, ഇതിലൊക്കെ എന്ത് വേണം? അതൊക്കെ ഒരു ആർട്ടാണ് അല്ലേ. പക്ഷേ അതിലെന്ത് വേണം? ഒരു പേഴ്സണൽ സ്കില്ല് വേണം. നമ്മൾക്ക് ജന്മനാ ഉള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന ഡ്രോയിങ്, പെയിൻറ്റിങ് അല്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ സ്കിൽസ് ആവശ്യമാണ്, മാനേജിങ് സ്കിൽസ് ആവശ്യമാണ്. Thus management is both a science and art. However, the science of management is not an exact physical science. It may be better called a social science. അപ്പോൾ സയൻസ് ആണ്, പക്ഷേ ഫിസിക്കൽ സയൻസ് അല്ല, സോഷ്യൽ സയൻസ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ ഇത് സയൻസും ആണ് ആർട്ടും ആണ്. ദെൻ നെക്സ്റ്റ് ആണ് പ്രൊഫഷൻ. Management is now recognized as a profession. It has a systematic and a specialized body of knowledge consisting of principles, techniques and laws. It can be thought as a separate discipline or subject. Now, due to the advent of larger scale business, the management is entrusted in the hands of professional managers. നമ്മൾക്കറിയാം മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ MBA പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾക്ക് പ്രത്യേകമായിട്ട് അതിനുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ സയൻസ് ആണ്, അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് നമ്മൾക്ക് മാനേജ്മെൻറ്റിനെ പറയാം. പണ്ടുള്ള സിറ്റുവേഷനിലൊക്കെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്നത് ഇതിനുള്ള സ്കിൽസും ക്വാളിഫിക്കേഷൻസും അക്വയർ ചെയ്തവരായിരുന്നില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ എല്ലാ തരത്തിലുള്ള ബിസിനസ്സും ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രൊഫഷണലായിട്ട് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണലാണ്. അതിനുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ നമ്മൾ അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്. ദെൻ റിസൾട്ട് ത്രൂ അതേഴ്സ്. നമ്മൾ പറഞ്ഞു ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്ന, സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കുകളെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ്, a social process. Management is a social process which consists of getting things done through others. Management has to direct, coordinate and regulate the efforts of human being to achieve the desired result. In this sense, management is regarded as a social process. It also has a social obligation to make optimum use of scarce resources for the benefit of the society. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. കാരണം എന്താ? മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സാണ് അല്ലേ. അപ്പോൾ സോഷ്യൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൊസൈറ്റി അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അറ്റൈൻ ചെയ്യാനായിട്ട് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെ, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിനെ ഡയറക്റ്റ് ചെയ്ത്, കോർഡിനേറ്റ് ചെയ്ത്, റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. പിന്നൊരു കാര്യമുള്ളത്, നമ്മളുടെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് എക്കണോമിക്കലായിട്ട് അതിനെ യൂസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. സൊസൈറ്റി കൂടെ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. Then intangible force. Management is unseen and invisible force. It can not be seen, but the presence of it can felt everywhere in the form of results. However, managers who carry out the managerial functions are tangible and visible. അപ്പോൾ മാനേജേഴ്സിനെ നമ്മൾക്ക് കാണാനും അതുപോലെ തന്നെ ടച്ച് ചെയ്യാനും സാധിക്കും. പക്ഷേ എന്താ, മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ആക്ടിവിറ്റീസിനെ നമ്മൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് നമ്മളുടെ
ഒരു ഓർഗനൈസേഷനിലെ പെർഫോമൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന റിസൾട്ട് അതിലൂടെയാണ് നമ്മൾക്ക് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്, വിസിബിൾ അല്ല. ഓക്കെ, ദെൻ എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. മാനേജ്മെൻറ്റ് ഈസ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. It is a scientific method of getting things done through and with people. But the identity of the thinkers is unique, different from identity of doers. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മാനേജ്മെൻറ്റിന് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾക്ക് മാനേജേഴ്സാണ് ഇതിനെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന മാനേജേഴ്സാണ്. അവിടെ തിങ്കേഴ്സ് എന്ന് പറയുന്നത് അവരാണ്. പക്ഷേ ഇത് ഡൂവേഴ്സ്, അതായത് ഇത് ചെയ്തെടുക്കുന്നത് ആരാണ്? അവിടെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സാണ് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ മാനേജേഴ്സാണ് ഇതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷേ അത് അവർ ചെയ്യിപ്പിച്ചെടുക്കുന്നത് ആരിലൂടെയാണ്? ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിലൂടെയാണ്. അപ്പോൾ ഡൂയേഴ്സും തിങ്കേഴ്സും ഡിഫറെൻ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.